ഹലോ ഗായ്സ്, വെൽക്കം ടു ബയോടെക്. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് സിലിണ്ടർ പാർട്ട് 5 ആനുവൽ പിന്നത്തിലെ പാർട്ട് 5 വീഡിയോ ആണ്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 കാണാത്തത് എന്ത് ചെയ്യാം, അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ വരിക. അപ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ചാപ്റ്റർ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കണം. സോ ബേസിക്സ് ഒക്കെ തറവാക്കിയിട്ട് ഈ ക്ലാസ് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, സോ എന്താണ് നിഡേറിയ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റ എന്ന് പറഞ്ഞ ഫൈലം? സോ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോ ഫൈലം നിഡേറിയ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റ. ഓക്കെ, സോ നമ്മൾ ഇവരെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവരെ ഹാബിറ്റാറ്റ് എവിടെയാണെന്ന് അറിയാം. എക്വാട്ടിക് ആണ് ഒരു ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റ് എവിടെയാ? എക്വാട്ടിക് ഹാബിറ്റാറ്റ് ആണ് ആർക്കുള്ളത്? നമ്മുടെ നിഡേറിയക്കുള്ളത്. ഈ എക്വാട്ടിക് ഹാബിറ്റാറ്റിൽ ഇവർ മോസ്റ്റ്ലി എന്താ, മെറൈൻ ആണ്. മോസ്റ്റ്ലി ഇവര് മെറൈൻ ആൾക്കാരാണ്. നമുക്ക് എവിടെയൊക്കെ കാണാം? ഓഷ്യനിലും കാണാം, അതേപോലെ തന്നെ നമുക്ക് സീലും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇവരെ ബോഡി സിമെട്രി നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഇവര് റേഡിയൽ സിമെട്രി ആണ്. എന്താണ് ഈ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഓർഗാനിസത്തിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു പ്ലെയിൻ എടുക്കുക അല്ലെങ്കിൽ ഒരു കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് കിട്ടും. നമ്മളൊരു ഓർഗാനിസത്തിന്റെ സെന്ററിൽ കൂടെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈക്വൽ ഹാഫ് കിട്ടും. നമ്മൾ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിൻ എടുത്താലും എങ്ങനെ കട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് കിട്ടും. അതിനാണ് എന്ത് പറയാ? റേഡിയൽ സിമെട്രി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ? സോ എന്താണ് ടിഷ്യൂ ലെവൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ? നമ്മുടെ സെല്ല് കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ് എന്ത്? ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ അല്ലേ? സോ നമ്മുടെ നിഡേറിയ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റ എന്താണ്? ടിഷ്യൂ ലെവൽ ഓർഗാനിസം ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇവർക്ക് സീലോം എന്താ? ആബ്സെന്റ്. അപ്പൊ നമ്മൾ ഈ സീലോം ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്താ വിളിക്കുക? എ സീലോമേറ്റ് എന്താ വിളിക്കുക? എന്താ വിളിക്കുക? എ സീലോമേറ്റ്. സോ ഈ സീലോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബോഡി ക്യാവിറ്റി അല്ലേ? ഓക്കെ, സീലോം എന്ന് പറഞ്ഞാൽ എന്താ? സീലോം എന്ന് പറഞ്ഞാൽ ബോഡി ക്യാവിറ്റി ആണ്. അത് ആർക്കില്ല? നമ്മുടെ നിഡേറിയക്ക് നമ്മുടെ ബോഡി ക്യാവിറ്റി ഇല്ല. ബോഡി ക്യാവിറ്റി ആർക്കില്ല? നിഡേറിയക്ക് ബോഡി ക്യാവിറ്റി ഇല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എ സീലോമേറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇവർ നമ്മൾ ജേം ലെയർ നോക്കുന്ന സമയത്ത് ഇവര് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. എന്താണ്? ഡിപ്ലോബ്ലാസ്റ്റിക്. എന്താണ് ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ട് ലെയർ ആണ് ഉണ്ടാവുക. ഡിപ്ലോബ്ലാസ്റ്റിക് ആയ ആൾക്കാർക്ക് രണ്ട് ലെയേഴ്സ് ആണ് ഉണ്ടാവുക. ഒന്ന് എക്ടോഡേം. ഒന്നാമത്തെ എന്താ? എക്ടോഡേം. അത് എന്താ? ഔട്ടർ ലെയർ ആണ്. എന്താണ്? ഔട്ടർ ലെയർ ആണ് നമ്മൾ എന്ത് വിളിക്കുക? എക്ടോഡേം എന്നും ഇന്നർ ലെയർ നമ്മൾ എൻഡോഡേം എന്നും വിളിക്കും. ഓക്കെ, ഇന്നർ ലെയറിനെ നമ്മൾ എൻഡോഡേം എന്ന് വിളിക്കും. ഈ എക്ടോഡേമിന്റെയും അതേപോലെ തന്നെ എൻഡോഡേമിന്റെയും ഇടയിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ജെല്ലി ലൈക്ക് ലെയർ ഉണ്ട്. അൺഡിഫറൻഷിയേറ്റഡ് ജെല്ലി ലൈക്ക് ലെയർ. ഈ അൺഡിഫറൻഷിയേറ്റഡ് ജെല്ലി ലൈക്ക് ലെയർ എന്താ നമ്മൾ പറയാ? മീസോഗ്ലിയ. മീസോഗ്ലിയ. ഓക്കെ, സോ രണ്ട് ലെയേഴ്സ് ആണുള്ളത്. ഒന്ന് ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേം ആണുള്ളത്. ഈ ഔട്ടർ എക്ടോഡേമിന്റെയും ഇന്നർ എൻഡോഡേമിന്റെ ഇടയിൽ ഇവർക്ക് എന്തുണ്ട്? ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയ ഒരു ജെല്ലി ലൈക്ക് ലെയർ ഉണ്ട്. അതിന്റെ പേരാണ് എന്താണ്? മീസോഗ്ലിയ. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ നിഡേറിയന്റെ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റന്റെ ബോഡി ഫോം നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് ടൈപ്പ് ഫോം കാണാം. ഓക്കെ, ഇവർക്ക് രണ്ട് ടൈപ്പ് ബോഡി ഫോം ഉണ്ട്. ടു ടൈപ്സ് ഓഫ് ബോഡി ഫോംസ്. അതില് ഒന്നാമത്താണ് എന്ത്? പോളിപ്പ്. രണ്ടാമത്തത് മെഡ്യൂസ. ഒന്നാമത്തത് എന്താ? പോളിപ്പ്. രണ്ടാമത്തത് മെഡ്യൂസ. ഓക്കെ, പോളിപ്പ് സെസൈല. പോളിപ്പ് എന്താണ്? സെസൈല. അതേപോലെ മെഡ്യൂസ ഫ്രീ സ്വിമ്മിങ്. ഓക്കെ, ഈ സെസൈല എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സ്ഡ് എന്നാണ് ഒരു മീനിങ്. ഓക്കെ, ഇതെന്താ? ഇതിന് മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, സോ പോളിപ്പ് എന്താണ്? പോളിപ്പ് ഫിക്സ്ഡ് ആണ്. മെഡ്യൂസ് എന്താണ്? മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഫ്രീ ലിവിങ് ആണ്. ഓക്കെ, സോ എന്താണ്? ഫ്രീ ലിവിങ് ആണ്. ഫ്രീ ലിവിങ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇവരൊന്ന് വരച്ച് നോക്കി നോക്കാം. ഇത് പോളിപ്പാണ്. ഇത് പോളിപ്പാണ്. ഇത് മെഡ്യൂസ ആണ്. ഓക്കെ, സോ ഞാൻ വരച്ചത് അത്ര നന്നായിട്ടില്ല, പക്ഷെങ്കിലും ഇതെന്താ? പോളിപ്പ് മെഡ്യൂസ ആണ് ജസ്റ്റ് ഒന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതാണ് എന്ത്? മൗത്ത്. ഇതാണ് മൗത്ത്. ഇതെന്താണ്? ടെൻഡക്കിൾസ്. ടെൻഡക്കിൾസ്. ഓക്കെ, ഇവിടെയാണ് ഈ ടെൻഡക്കിൾസിനകത്താണ് എന്തുണ്ടാവുക? സ്റ്റിങ് ഉണ്ടാവുക. ഓക്കെ, സ്റ്റിങ് നമുക്ക് എന്താന്ന് പറയാം വിശദീകരിച്ച്. ഓക്കെ, ഈ മെഡ്യൂസ് തല തിരിച്ചിട്ട് എന്തായി? നമുക്ക് പോളിപ്പ് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത്? മൗത്ത്. ഇതാണ് ടെൻഡക്കിൾസ്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇതാണ് എന്ത്? നമ്മുടെ പോളിപ്പും മെഡ്യൂസയും. ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ടല്ലേ? ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ക്യാവിറ്റി കാണാം. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കാന്നറിയോ? ഗാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി. സെൻട്രൽ
ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി. സെൻട്രൽ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി. സോ ഈ പോളിപ്പ് എന്താണ്? പോളിപ്പ് സെസൈലാണ്, അതായത് ഫിക്സ്ഡ് ആണ് അർത്ഥം, അതായത് അതിന് മൂവ്മെന്റ് ഇല്ല. മെഡ്യൂസ് എന്താ? ഫ്രീ ലിവിങ് ആണ്, അതിന് മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് എന്ത്? മെഡ്യൂസേന്റെ മൗത്ത്, ഇത് ടെൻഡക്കിൾസ്. ഓക്കെ, ഇത് പോളിപ്പിന്റെ മൗത്ത്, ഇത് ടെൻഡക്കിൾസ്. ഇവിടെ കാണുന്ന ഈ ഒരു സ്പേസ് ആണെന്ത്? ഇവിടെ കാണുന്ന ഈ ഒരു സ്പേസ് ആണ് നമ്മുടെ സെൻട്രൽ ഗ്യാസ്ട്രോ വാസ്കുലാർ ക്യാവിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഈ ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തായിട്ട് ബന്ധമുള്ളതാ? നമ്മുടെ ഡൈജഷൻ, അതായത് സ്റ്റൊമക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ, അല്ലേ? സോ ഇപ്പൊ നമുക്ക് ഈ ഗ്യാസ്ട്രോ, അവിടെയാണ് എന്ത് നടക്കുന്നത്? ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ, എന്ത് നടക്കുന്നത്? ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ, ഈ ഡൈജഷൻ രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്, അതേപോലെ തന്നെ ഇൻട്രാ സെല്ലുലാറും ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്, അതേപോലെ തന്നെ ഇൻട്രാ സെല്ലുലാർ ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിന്റെ പുറത്ത്, ഔട്ട്സൈഡ് സെല്ല്. ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ അകത്ത്, ഇൻസൈഡ്. ഇത് ഔട്ട്സൈഡ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവരുടെ ഡൈജഷൻ ഉണ്ടല്ലോ, ഇൻകംപ്ലീറ്റ് ഡൈജഷൻ ആണ്. ഇൻകംപ്ലീറ്റ് ഡൈജഷൻ. ഓക്കെ, ഈ ഇൻകംപ്ലീറ്റ് ഡൈജഷൻ നമ്മൾ ആർക്കാ വിളിക്കുക? ഒറ്റ ഓപ്പണിംഗ് ഉള്ള ആൾക്കാരാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻകംപ്ലീറ്റ് ഡൈജഷൻ കാണിക്കുന്ന ആൾക്കാർ, അല്ലേ? ഇവർക്ക് എന്തേ ഉണ്ടാവത്തുള്ളൂ? സിംഗിൾ ഓപ്പണിംഗേ ഉണ്ടാവത്തുള്ളൂ. സിംഗിൾ ഓപ്പണിംഗേ ഉള്ളൂ. ഓക്കെ, സിംഗിൾ ഓപ്പണിംഗ്, അതായത് ഇവർക്ക് ഫുഡ് വരുന്നതും അതേപോലെ വേസ്റ്റ് പോകുന്നതും ഒറ്റ ഓപ്പണിങ്ങിലൂടെ ആയിരിക്കും. ഇവരുടെ ഫുഡ് വരുന്ന ഇതിലൂടെയാ? മൗത്ത് കൂടിയാണ്, അല്ലേ? ഫുഡിന്റെ ഇൻടേക്ക് എതിലൂടെ വരുന്നത്? മൗത്ത് കൂടിയാണ്. അതേപോലെ തന്നെ വേസ്റ്റും എതിലൂടെയാണ് പോകുന്നത്? മൗത്ത് കൂടിയാണ് വേസ്റ്റും എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അതിനൊരു ടേം പറയുന്നുണ്ട്. ഓക്കെ, ഹൈപ്പോസ്റ്റോം. ഓക്കെ, സോ എന്താണ് ഹൈപ്പോസ്റ്റോം എന്ന് പറഞ്ഞാൽ? ഹൈപ്പോസ്റ്റോം എന്ന് പറഞ്ഞാൽ ഒരു റേസ്ഡ് ആയ ഒരു കോണിക്കൽ സ്ട്രക്ചറാണ്. അത് നമ്മുടെ ഈ സിംഗിൾ ഓപ്പണിംഗ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്നത്. അതിന് ചുറ്റും ആരുണ്ട്? ടെൻഡക്കിൾസ് ഉണ്ട്, അല്ലേ? നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെയാണ് നമ്മൾ ഹൈപ്പോസ്റ്റോം വരുന്നത്. അതിന് ചുറ്റും എന്തുണ്ട്? ടെൻഡക്കിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി ആണോ? ഓക്കെ, സോ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാറും ഉണ്ട്, അതേപോലെ തന്നെ ഇൻട്രാ സെല്ലുലാറും ഉണ്ട്, അല്ലേ? എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സൈഡ് ദി സെല്ലാണ്. ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ദി സെല്ലാണ്. ഇവരുടെ ഡൈജഷൻ ഇൻകംപ്ലീറ്റ്. കാരണം എന്താ? ഇവർക്ക് ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, അത് സിംഗിൾ ഓപ്പണിംഗ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻകംപ്ലീറ്റ് ഡൈജഷൻ. മൗത്തിലൂടെയാണ് ഫുഡ് വരുന്നതും അതേപോലെ തന്നെ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നതും ഒറ്റ ഓപ്പണിങ്ങിലൂടെയാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഈ നമ്മുടെ ഈ ഹൈപ്പോസ്റ്റോം എന്ന് പറഞ്ഞ റേസ്ഡ് കോണിക്കൽ സ്ട്രക്ചർ ആണ്. അവിടെയാണ് നമ്മുടെ ഈ സിംഗിൾ ഓപ്പണിംഗ് ഉള്ളത്. ഓക്കെ, അതിന് ചുറ്റും ആരുണ്ട്? ടെൻഡക്കിൾസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ ഇത് ക്ലിയർ ആണോ? ഓക്കെ, നമ്മളിവിടെ ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമുക്ക് എഴുതിക്കണം. ഓക്കെ, സോ പോളിപ്പ് എന്താ? സിലിണ്ടറിക്കൽ ഷേപ്പാ. പോളിപ്പ് സിലിണ്ടറിക്കൽ ഷേപ്പാണ്. സിലിണ്ടറിക്കൽ. ഓക്കെ, മെഡ്യൂസ് എന്താ? ഒരു അംബ്രല ഷേപ്റ്റാ. ഓക്കെ, അംബ്രല ഷേപ്റ്റാ. ഓക്കെ, രണ്ട് ടൈപ്പ് ബോഡി ഫോംസ് ആണ് ഉള്ളത്. പോളിപ്പും ഉണ്ട്, അതേപോലെ തന്നെ മെഡ്യൂസ് ഉണ്ട്. മെഡ്യൂസ് എന്താ? ഫ്രീ ലിവിങ് ആണ്, അത് മൂവ്മെന്റ് ഉണ്ട്. പോളിപ്പ് എന്താണ്? മൂവ്മെന്റ് ഇല്ല, സെസൈൽ ആണ്. ദാറ്റ് മീൻസ് ഫിക്സ്ഡ് എന്നർത്ഥം. ഇവരുടെ ഷേപ്പ് സിലിണ്ടറിക്കൽ ആണ്. മെഡ്യൂസേന്റെ ഷേപ്പ് എന്താ? അംബ്രല ഷേപ്ഡ് ആണ്. ഇതാണ് മെഡ്യൂസേന്റെ ഫിഗർ. ഓക്കെ, സോ ഇതാണ് മെഡ്യൂസ. സോ മെഡ്യൂസേന്റെ മൗത്ത് ഇതൊരു അംബ്രല ഷേപ്ഡ് ഇല്ലേ? സോ ഇതൊരു അംബ്രല ഷേപ്ഡ് ഇല്ലേ? ഓക്കെ, സോ ഇതാണ് എന്ത്? നമ്മുടെ മെഡ്യൂസ. അതിന്റെ മൗത്ത്, ഇത് ടെൻഡക്കിൾസ്. ഇവിടെയാണ് എന്തുള്ളത്? ഗ്യാസ്ട്രോവാസ്കുലർ ഓപ്പണിംഗ്. ഇതാണ് പോളിപ്പ്. ഇതെന്താ? സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. ഞാൻ വരച്ചത് നോക്കണ്ട, വരച്ചത് അത്ര നന്നായിട്ടില്ല. ഓക്കെ, സോ ഇവിടെയാണ് എന്ത്? നമ്മുടെ ഹൈപ്പോസ്റ്റോം കാര്യം വരുന്നത്. അതേപോലെ ഇതാണ് എന്ത്? ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. ഇത് ടെൻഡക്കിൾസ്, ഇത് മൗത്ത്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇവരുടെ ഡൈജഷൻ എന്ന് പറയുന്ന സമയത്ത് ഇൻകംപ്ലീറ്റ് ആണ്, ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാർ ആണ്, അതേപോലെ തന്നെ ഇൻട്രാ സെല്ലുലാറും ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ പുറത്ത്, ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ അകത്ത്. ഓക്കെ, സോ മൗത്തിലൂടെയാണ് ഇവർ ഫുഡ് അകത്തേക്ക് എടുക്കുന്നത്, അതേപോലെ തന്നെ മൗത്ത് കൂടെയാണ് വരുന്നത് വേസ്റ്റും എക്സിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? റെഡി ആണല്ലോ? ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഗ്യാസ്ട്രോവാസ്കുലാർ ക്യാവിറ്റി എന്ന് പറഞ്ഞു, അല്ലേ? സോ നമ്മൾ പറഞ്ഞു ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ സ്റ്റൊമക്ക് ആയിട്ട്, അല്ലേ? അപ്പം അതേപോലെ ഈ വാസ്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ഇവിടെ നമുക്ക് നോക്കിയാലോ. വാസ്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ബ്ലഡ് വെസൽസ്, വെസൽസിന്റെ സർക്കുലേറ്ററി സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ്. ഇവർക്ക് പ്രോപ്പർ ആയിട്ട് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടോ?
ഇല്ല അല്ലേ? നമ്മുടെ ഹ്യൂമൻസിന് ബ്ലഡ് വെസൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് പ്രോപ്പർ ആയിട്ട് എന്തില്ല, ഒരു ഹ്യൂമൻസിനെ പോലുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റം ആർക്കില്ല, നമ്മുടെ സിലിൻഡ്രേറ്റയ്ക്ക് അല്ലെങ്കിൽ നിഡേറിയയ്ക്ക് ഇല്ല. ഓക്കെ, ഇവിടെ വാസ്കുലർ ഉദ്ദേശം എന്തുകൊണ്ടാ, എന്താ മീൻ ചെയ്യുന്നത്, നമ്മുടെ വെസൽസ് കാര്യങ്ങളൊക്കെ അത് പ്രോപ്പർ ആയിട്ട് ആർക്കില്ല, നിഡേറിയ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റയ്ക്ക് ഇല്ല. സോ അതിലൂടെ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെന്ന് അറിയോ? സോ ഈ വാസ്കുലർ സിസ്റ്റത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടറിയോ? ഓക്സിജന്റെ ഇൻടേക്ക്, അതേപോലെ തന്നെ ടേക്ക് അവേ കാര്യങ്ങളൊക്കെ, അതേപോലെ തന്നെ നമ്മൾ ഫുഡ്, വാട്ടർ ഒക്കെ ഈ മൗത്ത് വഴിയാണ് വരുന്നത് അല്ലേ? ഇവരെല്ലാവരും എന്താ ഉള്ളത്, സീൻ്റെ അകത്താ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഈ വാസ്കുലർ സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ട്, ഓക്സിജന്, കാർബൺ ഡയോക്സൈഡ് അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒക്കെ ഇതുവഴിയാണ്. അതേപോലെ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിലൂടെയാണ്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഈ സാധനം ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ നിഡേറിയ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ആ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ? ഓക്കെ, ഇവര് നമ്മൾ നിഡേറിയ എന്നാലേ വിളിക്കുന്നത്. സോ ഇവർക്ക് എവിടുന്ന ഈ നിഡേറിയ എന്ന് പേര് കിട്ടിയതോ, നിഡോസൈറ്റ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റിന്റെ പ്രസൻസ് ഉള്ളതിനെ കൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, ഇവരെ നിഡേറിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്, ഇതിന്റെ അകത്താണ് ഇവർക്ക് ഈ നിഡേറിയ എന്നുള്ളൊരു പേര് വന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ നമുക്ക് എന്താണ് നിഡോബ്ലാസ്റ്റ്, എന്താണ് നിഡോസൈറ്റ്സ് എന്ന് നമുക്ക് നോക്കിയാലോ? ഓക്കെ, ഞാൻ ഒരു ഫിഗർ വരച്ച. സോ ഈ കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ എന്ത് വിളിക്കുന്നത്, നിഡോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? നിഡോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ നിഡോബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ കാണുന്ന സാധനം നമ്മൾ എന്ത് വിളിക്കുന്നത്, നെമറ്റോസൈറ്റ്. എന്താണ്? നെമറ്റോസൈറ്റ്. ഇതിന്റെ അകത്താണ് എന്തുള്ളത്, നമ്മുടെ സ്റ്റിംഗ് ക്യാപ്സ്യൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, സ്റ്റിംഗ് ടെൻഡക്കിൾസിലാണ് ഉണ്ടാവുക. സോ അതെന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങും. സോ നമുക്ക് എന്താണ് സ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഈ നെമറ്റോസിസ് അല്ലെങ്കിൽ സ്റ്റിംഗ് ക്യാപ്സ്യൂൾസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറിയോ? ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടോക്സിൻസ്. ഓക്കെ, ഇവരുടെ ടെൻഡക്കിൾസിലാണ് ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ് ഒക്കെ കാണുന്നത്. ഓക്കെ, അതിൽ നമ്മുടെ നെമറ്റോസിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റിംഗ് ക്യാപ്സ്യൂൾ, അവരെന്ത് റിലീസ് ചെയ്യും? ഈ ടോക്സിൻസ് റിലീസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്. അപ്പം ഇതിൽ ഈ കാണുന്ന നെമറ്റോസിസ്റ്റ് എപ്പോഴാണ് പുറത്തേക്ക് വരിക? ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഇതാണ് എന്ത്, നമ്മുടെ ഒരു നെമറ്റോസൈറ്റ് എന്ന് വെച്ചോ, ഇവർ പുറത്തേക്ക് വരും. സോ ഇവർ ഇങ്ങനെ ലോങ് ആയിട്ട് ഇവർ പുറത്തേക്ക് വരും. സോ അത് ഏതൊക്കെ സാഹചര്യത്തിലാണെന്ന് അറിയാം. ഇവർക്ക് ഇപ്പോൾ ഒരു ഡിഫെൻസിന് ആവശ്യമുണ്ട്, അതായത് ഇവർക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ വേണം, അല്ലെങ്കിൽ ഇവർക്കൊരു ആങ്കറേജ് വേണം, ഇവർക്ക് നിൽക്കാനൊരു സ്പേസ് വേണം, സപ്പോർട്ട്. അതേപോലെ ഇവർക്ക് ഒരു എരയനെ പിടിക്കണം, പ്രേ ക്യാപ്ചറിങ്. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ നമ്മുടെ നെമറ്റോസിസ്റ്റ് പുറത്തേക്ക് ഇടുന്നുണ്ടാവുക. അതിൻ്റെ ഒരു ഈ പുറത്തേക്ക് ഇടുന്ന ഫിഗർ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, സോ നമ്മൾ വരച്ച ഫിഗറിൻ്റെ അകത്ത് ഈ സാധനം എവിടെയായിരുന്നു ഉള്ളത്? അത് അതിൻ്റെ ഉള്ളിൽ കോയിൽഡ് ആയിട്ടായിരുന്നു അല്ലേ? അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കോയിൽഡ് ആയിട്ടായിരുന്നു. ഇതെപ്പോഴാണ് പുറത്തേക്ക് സ്റ്റിങ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തേക്ക് എപ്പോഴാണ് റിലീസ് ചെയ്യുന്നുണ്ടാവുക? അവർക്ക് ഒന്നെങ്കിൽ ഡിഫെൻസ്, അവർക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ വേണം, അല്ലെങ്കിൽ അവർക്കൊരു നിൽക്കാനൊരു സ്ഥലത്ത് അവർക്ക് സപ്പോർട്ട് വേണം ആ സമയത്ത്. അതേപോലെ ഇപ്പോൾ ഒരു പ്രേനെ ഒരു എരേനെ പിടിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? ഈ ടോക്സിൻസ് റിലീസ് ചെയ്യും. ആ ടോക്സിൻ റിലീസ് ചെയ്യുന്ന സമയത്ത് എന്താവും? അവർക്ക് മറ്റേ എര ചിലപ്പം ബോധം കെട്ട് വീണു. ഇനിയിപ്പോൾ ആങ്കറേജ് വേണം, എവിടെയെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് താങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഇവർ ഇത് യൂസ് ചെയ്തിട്ട് ഹാങ് ചെയ്തിട്ട് നിൽക്കും. ഇവർ ഹാങ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇവിടെയാണ് ടോക്സിൻ റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ ഡിഫെൻസ്, ഇപ്പോൾ ഡിഫെൻസ് ആയിട്ട് ഇവർ എന്ത് ചെയ്യും? ഇത് ടോക്സിൻസ് റിലീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ ഇത് പറഞ്ഞത്? ഇത് ഓക്കെ ആണോ? ഈ ആങ്കറേജിന്റെ സമയത്തുണ്ടല്ലോ, ഇവരൊരു ഗ്ലൂ പോലെ ഗ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇവര് പുറത്തേക്ക് വരുന്ന ഫിഗർ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, സോ ഇങ്ങനെ ഇരുന്ന ആൾക്കാർ എങ്ങനെ വരും? എപ്പോഴാണ് ഈ ഇതേ രൂപത്തിലാവുന്നുണ്ടാവുക? ഇവര് ആ സ്റ്റിങ് എപ്പോഴാണ് പുറത്തിടുന്നുണ്ടാവുക? ഡിഫെൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആങ്കറേജിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രേനെ പിടിക്കാനോ വേണ്ടിയിട്ടായിരിക്കും ഇവര് ഈ സ്റ്റിങ് പുറത്തേക്ക് ഇടുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഓക്കെ, സോ അതാണ് അവരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്താ? നിഡോബ്ലാസ്റ്റിന്റെ പ്രസൻസ് ആണ് അല്ലേ? സോ ഈ നിഡോബ്ലാസ്റ്റ് ഉള്ളതിനെ കൊണ്ടാണ് അവർക്ക് എന്ത് പേര്, നിഡേറിയ എന്ന് പേര് വന്നത്. ഓക്കെ, ഈ നിഡോബ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് ആരുള്ളത്? നെമറ്റോസിസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിംഗ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഈ സ്റ്റിംഗ് ക്യാപ്സ്യൂള് എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് എപ്പോഴാണ് പുറത്തേക്ക് വരുന്നുണ്ടാവുക?
ഈ ഒരു രൂപത്തിലേക്ക് വരുന്നത് അവർക്ക് ഡിഫെൻസ് ആയിട്ടോ അല്ലെങ്കിൽ ആങ്കറേജ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് അവരെ എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. ഓക്കെ, ഇനി അവർ ഇരേനെ പിടിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും, ടോക്സിൻ ഒക്കെ റിലീസ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയൊക്കെ സമയത്താണ് ഇവർ നമ്മുടെ സ്റ്റിങ് ക്യാപ്സ്യൂൾ സ്റ്റിങ് ചെയ്ത് പുറത്തേക്ക് പുഷ് ചെയ്ത് വരുന്നുണ്ടാവാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അതേപോലെ ഇവർ വേറൊരു ഫീച്ചർ ഉണ്ട്, അതാണ് ഇവർ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. എന്താണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഈ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ ഇവർക്ക് വേറൊരു പേരുണ്ട്, മെറ്റാജെനിസിസ്. മെറ്റാജെനിസിസ്, ഒന്നെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ അത് ഭയങ്കര എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിട്ടുണ്ട്? പോളിപ്പും അതേപോലെ തന്നെ മെഡ്യൂസിയും പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ഈ രണ്ട് ഫോമും ഒരുപോലെ വരികയാണ്, ഒരുമിച്ച് വരികയാണെങ്കിൽ, ഈ രണ്ട് ഫോമും ഒരുമിച്ച് വരികയാണെങ്കിൽ അവരെന്ത് ഫോം ചെയ്യും? ഈ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനിസിസ് കാണിക്കും. ഓക്കെ, അതായത് ഈ പോളിപ്പ് ഫോമും മെഡ്യൂസയും ഒരുമിച്ച് ഒരു ഓർഗാനിസത്തിൽ വരികയാണെങ്കിൽ അവരെന്ത് കാണിക്കും? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കും. ഓക്കെ, ക്ലിയർ ആണോ? സോ അത് നമുക്ക് നോക്കിയാലോ. ഇതൊരു പോളിപ്പാന്ന് വരച്ചു, ഞാൻ ഒരു ഫിഗർ വരച്ചുതരാം. സോ ഇതെന്താ? ഇതൊരു പോളിപ്പാണ്. ഓക്കെ, ഇതൊരു പോളിപ്പാണ്. ഇതിൽ നിന്ന് ഒരു എസെക്ഷൽ വഴി എന്ത് ഫോം ചെയ്യും? ഒരു മെഡ്യൂസ ഫോം ചെയ്യും. ആരാ ഫോം ചെയ്യുന്നത്? മെഡ്യൂസ. ഓക്കെ, മെഡ്യൂസ. ഇതൊരു മെഡ്യൂസ മെയിൽ ആയിക്കോട്ടെ. ഇതേപോലെ വേറൊരു മെഡ്യൂസ ഫീമെയിൽ. ഓക്കെ, സോ ഈ മെയിൽ മെഡ്യൂസയെന്നും ഫീമെയിൽ മെഡ്യൂസെന്നും എന്തൊക്കെ റിലീസ് ചെയ്യുന്നുണ്ടാവും? മെയിലിനകത്തുനിന്ന് സ്പേമും അതേപോലെ തന്നെ ഫീമെയിലിനകത്തുനിന്ന് എഗ്ഗും റിലീസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇത് രണ്ടും കൂടെ ഫോം ചെയ്യും, എന്ത് ഫോം ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ടിനകത്തുനിന്ന് ഇവരെന്താവും? ഒരു ലാർവ സ്റ്റേജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ലാർവ സ്റ്റേജ്. ഈ ലാർവ സ്റ്റേജ് എവിടെയെങ്കിലും പോയിട്ട് സെറ്റിലാവും. ഓക്കെ, ഒരു നല്ലൊരു സെറ്റിൽ ആവാൻ പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ എന്താവും? ഒരു സെറ്റിലാവും. ആ സെറ്റിലായിട്ട് അവരവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന അറിയോ? അവര് പോളിപ്പ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, പോളിപ്പ് ഡെവലപ്പ് ചെയ്യും. ഇതൊരു പോളിപ്പ അല്ലേ? ഇതിൻ്റെ അകത്ത് എന്ത് ഡെവലപ്പ് ചെയ്യും? നമ്മുടെ ഒരു മെഡ്യൂസ, അതേപോലെ ഒരു ഫീമെയിൽ മെഡ്യൂസ, മെയിൽ മെഡ്യൂസ. ഇതിൽ മെയിൽ മെഡ്യൂസ സ്പേമും ഫീമെയിൽ മെഡ്യൂസ എഗ്ഗും റിലീസ് ചെയ്യും. അതെന്ത് ഫോം ചെയ്യും? സൈഗോട്ടാവും. ആ സൈഗോട്ടിൽ നിന്നൊരു ലാർവ ഡെവലപ്പ് ആവും. ആ ലാർവ എവിടെയെങ്കിലും അതിന് സ്വന്തമായിട്ടൊരു സെറ്റിൽ ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് പോയിട്ട് അവിടെ സെറ്റിൽ ചെയ്തിട്ട് എന്ത് വരും? അവിടെ ഒരു പോളിപ്പ് ഫോം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണോ? പോളിപ്പിൽ നിന്ന് മെഡ്യൂസയിലേക്ക് പോകുന്നുണ്ടല്ലോ, അതെന്താ? എസെക്ഷൽ ആണ്. ഇനി മെഡ്യൂസയെന്ന് പോളിപ്പിലേക്ക് പോകുന്നത് എന്താ? സെക്ഷൽ ആണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം, ഒന്നും കൂടി ശ്രദ്ധിച്ചോ. ഇതാണെന്ത്? നമ്മുടെ പോളിപ്പ്. ഈ പോളിപ്പിന്ന് എങ്ങോട്ടാ? മെഡ്യൂസയിലേക്ക് പോയ സമയത്ത് എന്താ? അവിടെ എസെക്ഷൽ ആയിട്ട് നടന്നത്. പക്ഷെ ഈ മെഡ്യൂസയിൽ നിന്നിട്ട് മെയിൽ മെഡ്യൂസും ഫീമെയിൽ മെഡ്യൂസും അതിൽ നിന്ന് ഒരു പോളിപ്പ് ഉണ്ടായപ്പോൾ എങ്ങനെയാ വന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഗാമേറ്റ്സ് ഫോം ചെയ്തിട്ടാണ് എന്ത് വന്നത്? നമ്മുടെ പോളിപ്പ് ഉണ്ടായി. മെഡ്യൂസയിൽ നിന്ന് പോളിപ്പ് ഫോം ചെയ്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. പക്ഷെ പോളിപ്പിൽ നിന്ന് മെഡ്യൂസ് ഉണ്ടായത് എന്ന് വഴിയാ? എസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. ഇവിടെ എസെക്ഷൽ ആണ്, ഇവിടെയോ? ഇവിടെ സെക്ഷൽ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിന് പുറമെ ഒരു പോയിന്റും കൂടെ എഴുതി വെച്ചോ. ചില നിഡേറിയൻസ്, സം നിഡേറിയൻസ് ഹാവ് skeleton. സോ നമ്മുടെ ഈ കോറൽ റീഫില് പവിഴപ്പുറ്റുകൾ, അതായത് ടൂറിസ്റ്റ് അട്രാക്ഷൻ ഒക്കെ അല്ലെ, ഇവർക്ക് ഭയങ്കര കട്ടിയുള്ള ബോഡി ഉണ്ട്, വെരി ഹാർഡ് ബോഡി. ഇവർക്ക് ഈ കട്ടിയുള്ള ബോഡി കിട്ടാൻ കാരണം എന്താ അറിയോ? ഇവർ മെയ്ഡപ്പ് ചെയ്തത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ്. മെയ്ഡപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? നമുക്കൊന്ന് NCERT വെച്ച് നോക്കിയാലോ. ഫൈലം സിലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ അവരെവിടെയാണ് കാണുന്നത്? അവര് എക്വാട്ടിക്കിലാണ്. എക്വാട്ടിക്കിൽ മോസ്റ്റ്ലി അവരെന്താ? മെറൈൻ ആണ്. മെറൈനിൽ ഓഷ്യനിലും കാണാം, നമുക്ക് സീയിലും കാണാം. ഇവര് സെസൈലും ഉണ്ട്, അതേപോലെ ഫ്രീ സ്വിമ്മിങ് അല്ലെങ്കിൽ ഫ്രീ ലിവിങ് ആൾക്കാരുണ്ട്. സെസൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സ്ഡ് ആണ്. ഫ്രീ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഉള്ള ആൾക്കാരാണ്. ഇവര് സിമെട്രി റേഡിയൽ, നമ്മൾ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ഹാഫ് കിട്ടും.
ഓക്കെ, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നിഡേറിയ ഈസ് ഡിറൈവ്ഡ് ഫ്രം നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ്. അതായത് ഇവർക്ക് ഈ നിഡോസൈറ്റ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ് ഉള്ളതിനെ കൊണ്ട് നമ്മൾ ഇവരെ എന്ത് വിളിക്കുന്നത്? നിഡേറിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ നിഡോസൈറ്റ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റിലാണ് എന്തുള്ളത്? നമ്മുടെ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ നെമറ്റോസിസ്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഈ നെമറ്റോസിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ എവിടെയാണ് കാണുന്നത്? നമ്മുടെ നിഡോബ്ലാസ്റ്റ് ഒക്കെ ടെൻഡക്കിൾസിലാണ് അല്ലേ? ഇതൊക്കെയാണ് എന്ത്? ടെൻഡക്കിൾസ്. ഓക്കെ, ടെൻഡക്കിൾസ് ഓഫ് ദി ബോഡി. ഇതാണ് എന്ത്? ടെൻഡക്കിൾസ്. ഓക്കെ, ഇതാണെന്ത്? ടെൻഡക്കിൾസ്. ഓക്കെ, നിഡോബ്ലാസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ആങ്കറേജ്, ഡിഫൻസ് ആൻഡ് പ്രേ, ക്യാപ്ചർ ഓഫ് പ്രേ. അപ്പോൾ ഈ നിഡോബ്ലാസ്റ്റ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആങ്കർ, അവർക്ക് താങ്ങി അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഡിഫൻസിന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അതേപോലെ ഒരു എരേനെ പിടിക്കാൻ വേണ്ടി, ക്യാപ്ചർ ഓഫ് പ്രേ. ഓക്കെ, നിഡേറിയൻസ് എക്സിബിറ്റ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അവർക്ക് എന്ത് ലെവലാണ്? ടിഷ്യൂ, അതായത് സെല്ല് കൂടി ചേർന്ന് ആരുണ്ടാവുന്ന ടിഷ്യൂസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതേപോലെ ഇവര് ഡിപ്ലോബ്ലാസ്റ്റിക് ജേം ലെയേഴ്സ്. ഡിപ്ലോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ലെയേഴ്സ് ആണ്, ഒരു എക്ടോഡേമും ഒരു എൻഡോഡേമും. അതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ജെല്ലി ലൈക്ക് ലെയർ ഉണ്ട്. അതെന്താ? മീസോഗ്ലിയ. ഓക്കെ, ക്ലിയർ ആണോ? ഇവർക്ക് എന്തുണ്ട്? ഒരു സെൻട്രലി പ്ലേസ്ഡ് ആയ ഒരു ഗാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്. ഈ ഗാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി അവർക്ക് എന്ത് ഓപ്പണിംഗ് ആണുള്ളത്? സിംഗിൾ ഓപ്പണിംഗ് ആണ്. സോ അവരുടെ ഡൈജഷൻ എന്തായിരിക്കും? ഇൻകംപ്ലീറ്റ് ഡൈജഷൻ ആയിരിക്കും. ഓക്കെ, ഡൈജഷൻ 2 ടൈപ്പ് ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ഉണ്ട്, അതേപോലെ തന്നെ ഇൻട്രാ സെല്ലുലാർ ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലിന്റെ പുറത്ത്. ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ അകത്ത്. ഓക്കെ, ഇവർക്ക് ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ അല്ലെ? ആ ഓപ്പണിംഗിലൂടെയാണ് ഫുഡ് വരുന്നതും അതേപോലെ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നതും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സം ഓഫ് ദി നിഡേറിയൻസ് ഹാവ് കോറൽസ് ആൻഡ് ഹാവ് എ സ്കെലട്ടൺ. ഓക്കെ, അതായത് ചില നിഡേറിയൻസിന് എന്തുണ്ട്? സ്കെലട്ടൺ ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ കോറൽ, നമ്മുടെ പവിഴപ്പുറ്റ് കാര്യങ്ങളൊക്കെ. അവരുടെ ബോഡി എന്താണ്? ഭയങ്കര ഹാർഡാണ്. ആ ഹാർഡ് ആയുള്ള കാരണം എന്താ? അവരുടെ ബോഡി മേഡപ്പ് ചെയ്തത് കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഈ നിഡേറിയൻ എന്ത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്? 2 ഫോംസ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, ബോഡി ഫോംസ്. ഒന്ന് പോളിപ്പും, രണ്ടാമത്തെ എന്താ? മെഡ്യൂസയാണ്. ഓക്കെ, പോളിപ്പ് എന്താണ്? സെസൈലാണ്. സെസൈൽ മീൻസ് ഫിക്സ്ഡ് ആണ്. അവർ സിലിണ്ടറിക്കൽ ഫോമിലാണ് ഉണ്ടാവുക. അവർ എക്സാമ്പിൾ ആണ് ഹൈഡ്ര, എഡാംസിയ ഒക്കെ. ഓക്കെ, ഇനി അത് മെഡ്യൂസ നോക്കുകയാണെങ്കിൽ എന്താ? അവർ അംബ്രല ഷേപ്ഡ് ആണ്. ഓക്കെ, അവരെന്താ? അംബ്രല ഷേപ്ഡ് ആണ്. അവർ ഫ്രീ സ്വിമ്മിങ് ആണ്. അവർക്ക് മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ലൈക്ക് ഒറീല ഓർ ജെലി ഫിഷ്. ഓക്കെ, നിഡേറിയൻസ് വിച്ച് എക്സിബിറ്റ് ഇൻ ബോത്ത് ഫോം. ഓക്കെ, നമ്മൾ ഈ പോളിപ്പും മെഡ്യൂസും ഒരേപോലെ രണ്ടും കൂടെ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഫോമിനകത്ത് രണ്ടും എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് കാണിക്കുന്ന അറിയോ? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനിസിസ്. അതായത് പോളിപ്പ് ഫോമും അതേപോലെ തന്നെ മെഡ്യൂസയും കൂടെ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് കാണിക്കും? മെറ്റാജെനിസിസ് കാണിക്കും. ഓക്കെ, പോളിപ്പിന്റെ അകത്തുനിന്ന് മെഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എസെക്ഷൽ ആയിരിക്കും. അതേപോലെ മെഡ്യൂസയിൽ പോളിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? സെക്ഷൽ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ആര്? ഒബീലിയ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും സാധനം ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ ക്ലാസ്സും കാര്യമൊക്കെ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.